ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സെക്രട്ടേറിയൽ സ്കോളർ. അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ ഗ്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കിലായി പോയി. അപ്പോൾ എനിവേയ്സ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറേ സെക്ഷൻസ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബേസിക്സ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മൾ ഇനിയും ആ ഒരു മെയിൻ പാർട്ടിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനി. സെക്ഷൻ 3 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സെക്ഷൻ 1 and 2 നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്നു. ഇൻട്രൊഡക്ഷൻ ആൻഡ് ജനറൽ ഡെഫിനിഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തു. നമ്മളപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടു എന്തൊക്കെ ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. സോ ബേസിക്കലി കമ്പനീസ് അതിനകത്ത് നമ്മൾ കമ്പനികളെ പറ്റിയാണ് പഠിക്കുക, അല്ലേ? കമ്പനി റിലേറ്റഡ് നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ചാർട്ടർ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. MOA and AOA, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അതിനുശേഷം നമ്മൾ സെക്ഷനിൽ കമ്പനീനെ പറ്റി ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കി. ആൻഡ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോവുക സെക്ഷൻ 10A പറ്റിയിട്ടാണ്. 10A പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഒത്തിരിയേറെ യൂസ്ഫുൾ ആകുന്ന ഒരു സെക്ഷനാണ് 10A. സോ സെക്ഷൻ 9 and 10 നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അത് ബേസിക്കലി ഒന്നും തന്നെ ഇല്ല, പഠിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. അത് ജസ്റ്റ് ബെയർ ആക്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതുമാണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള സെക്ഷൻസ് അല്ല. സോ എനിവേ, നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ കാണുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിത് റെഗുലർ ക്ലാസ്സിനെ ബദലായിട്ട് ഒരു സംവിധാനമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. നിങ്ങൾ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊള്ളുക. റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ നൈറ്റ് കിടക്കാൻ നേരത്തോ എപ്പോഴെങ്കിലൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാം. അതായത് നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ അതേ കൊടുക്കണമെന്നും പറയില്ല. ഈ പോഡ്കാസ്റ്റ് കേൾക്കാൻ വേണ്ടി ജസ്റ്റ് ഓണാക്കി വെക്കുക, കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ തെറ്റായിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻ അഡീഷൻ ടു ദാറ്റ് ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും എന്തെങ്കിലും കുറച്ചുകൂടി അഡീഷണൽ ഇൻപുട്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകരിച്ചിട്ട് പോകാം. സോ എനിവേ, ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾക്കൊരു അഡീഷണൽ സംഭവം ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ. സോ എനിവേ, മൂവിങ് ഓൺ ടു സെക്ഷൻ 10A. 10A എന്താ പറയുന്നത് നമുക്ക് ജസ്റ്റ് ബെയർ ആക്ട് ഒന്ന് വായിച്ച് നോക്കാം. നമ്മൾ ജനറലി ചെയ്യുന്ന ടൈപ്പ് ഫോർമാറ്റിൽ തന്നെ ആദ്യം ബെയർ ആക്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്നിട്ട് എന്താണത് പറയുന്നത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കാം. A company incorporated after the commencement of Companies Amendment Act 2019 and having a share capital shall not commence any business or exercise any borrowing powers unless a declaration is filed by a director within a period of 180 days of the date of incorporation of company in such form and verified in such manner as may be prescribed with the registrar that every subscriber to the memorandum has paid the value of the shares agreed to be taken by him on the date of making such declaration. First condition. Second condition, the company has filed with registrar a verification of its registered office as provided in section 12. So what does section 10A subsection 1 says? ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2019 ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, അതവിടെ നോട്ട് ചെയ്യണം. ഇതപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനികളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, കമ്പനി മേ ബി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി മേ ബി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഇല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആവാം. ഇവിടെ ഏത് കമ്പനീനെ പറ്റിയാണ് പറയണേ? കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയാണ് പറയണേ. ഓക്കെ, ഇപ്പോൾ ഗ്യാരണ്ടി കമ്പനീസിന് ഇവിടെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ആയിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ സെക്ഷൻ 10A സബ് ക്ലോസ് 1 ആപ്ലിക്കബിൾ ആവും. അവർക്ക് ബിസിനസ് തുടങ്ങാൻ പാടില്ല, ബോറോയിങ് പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ പാടില്ല, അൺലെസ് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇവർക്ക് ബോറോയിങ് പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ് കമ്മൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ബിസിനസ് തുടങ്ങി 180 ദിവസത്തിനകം, അതായത് കമ്പനി എന്ന് ഇൻകോർപ്പറേറ്റ് ആവുന്നു, ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന ഡേറ്റ് അല്ല, കമ്പനി എന്ന് ഇൻകോർപ്പറേറ്റ് ആവുന്നു അന്ന് തൊട്ട് 180 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം? ഒരു കറണ്ട് അക്കൗണ്ട് കമ്പനിയുടെ പേരിൽ ഓപ്പൺ ചെയ്യണം. കമ്പനിയുടെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിലേക്ക് ഒരു നിശ്ചിത തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് കമ്പനി ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ എത്ര രൂപയാണ് കാണിച്ചിരിക്കുന്നത് അത്രയും തുക നമ്മൾ കറണ്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം ഓരോ ഷെയർ ഹോൾഡേഴ്സും. ആൻഡ് ഈ ഡിക്ലറേഷൻ നമ്മൾ ROCയിൽ ഫയൽ ചെയ്യും, INC 20A എന്നുള്ള ഈ ഫോമിൽ. സോ ഈ ഫോമിനകത്ത് ബേസിക്കലി നമ്മൾ കാണിക്കുക നമ്മളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, എത്ര രൂപയാണ് ഓരോരുത്തർ ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ കാണിക്കും. ഒപ്പം ഇതിനകത്ത് നമ്മളുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ അറ്റാച്ച്മെൻ്റ് ആയിട്ട്, മാൻഡേറ്ററി അറ്റാച്ച്മെൻ്റ് ആയിട്ട് അസോഫിനെ ചോദിക്കുന്നുണ്ട്. അത് എന്തിനാണ് ഇവിടെ ഈ ഫോമിൽ കൊണ്ടുവന്ന് വെച്ചേക്കണമെന്ന് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. INC 22 ഫോമിനകത്ത് ഇത് ഡെഫിനറ്റ്ലി കമ്പൾസറി ആയിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് അസോഫിനോ. അത് അവിടെ ലോജിക്കാണ്. INC 22 വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഒരു ഫോമാണ് ബേസിക്കലി. സോ ഇൻകോർപ്പറേഷൻ ടൈമിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഒന്നില്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ്
റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള. ഇല്ലാന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days നമ്മൾ INC-22 ഫോമിൽ സെപ്പറേറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി അറ്റാച്ച്മെൻ്റ് ആയിട്ട് വെക്കും. ഡെഫിനറ്റ്ലി അതിന് ലോജിക്ക് ഉണ്ട്. പക്ഷേ INC-20A ഫോമിനകത്ത് സത്യം പറഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു മാൻഡേറ്ററി അറ്റാച്ച്മെൻ്റ് ആയിട്ട് അവർ ചോദിക്കേണ്ടത്. പക്ഷേ ആസ് ഓഫ് നൗ ഇനി വലിയ ടെക്നിക്കൽ എറർ പറ്റിയതാണോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടോ എന്നറിയില്ല. ആസ് ഓഫ് നൗ മിനിസ്ട്രിയുടെ സൈറ്റിൽ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാൻഡേറ്ററി അറ്റാച്ച്മെൻ്റ് ആയിട്ട് INC-20A ഫോമിൽ ചോദിക്കുന്നത് ഈ പറഞ്ഞ ഫോട്ടോ ആണ്, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പൊതുവെ ജനറൽ പ്രാക്ടീസ് നമ്മൾ ഓപ്ഷണൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും ഒപ്പം നമ്മുടെ ഒരു ഡയറക്ടറുടെ ഡീറ്റെയിൽ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ CS-CS-ൻ്റെ അല്ലെങ്കിൽ CMAയുടെ ഒരു വെരിഫിക്കേഷനും അതിനകത്ത് ഉണ്ടാവും. എന്നിട്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഫോം നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഈ ഫോം അപ്ലോഡ് ചെയ്യുക മീൻസ് നമ്മൾ ആ കറണ്ട് അക്കൗണ്ടിലേക്ക് എമൗണ്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് തിങ്, company has filed with registrar a verification of its registered office provided in section 122. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻകോർപ്പറേഷൻ ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റിക്വയർമെൻറ്റ് ഇവിടെ വരത്തില്ല. പക്ഷേ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഫോമായിട്ട് അത് വിത്തിൻ 30 days നമ്മൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ മെയിൻ തിങ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബോറോയിങ് പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? സോ ഇത് എന്തിനാണ് ബേസിക്കലി ഈ സെക്ഷൻ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒത്തിരിയേറെ ഷെൽ കമ്പനീസ് രൂപപ്പെട്ട് വന്നിരുന്നു. ഷെൽ കമ്പനീസ് ഇൻ ദ സെൻസ് ബേസിക്കലി ഒരു ബിസിനസ് പർപ്പസ് ഒന്നും തന്നെ ഇല്ലാത്ത, ഇല്ലെങ്കിൽ വെറുതെ തുടങ്ങിയിട്ടിട്ട് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസിന് നിങ്ങളിപ്പോൾ EBCനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. അതിനകത്ത് 3 രീതിയുണ്ട്. പ്ലേസ്മെൻറ്റ്, ലെയറിങ് ആൻഡ് ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാറില്ല. പൊതുവെ നോക്കുവാണെങ്കിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ മണി ലോണ്ടറിങ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ വെറുതെ കമ്പനീസ് ഫ്ലോട്ട് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ തരണം ചെയ്യാനായിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ കൊണ്ടുവന്നത്, നമ്മളല്ല ഗവൺമെൻറ് കൊണ്ടുവന്നത് ബേസിക്കലി. മൂവിങ് ഫോർവേഡ് എന്താണ് സെക്ഷൻ 10 പറഞ്ഞത് നോക്കാം. If a default is made in complying with the requirements of this section, every company shall be liable to a penalty of 50,000 and every officer who is in default shall be liable to a penalty of 1,000 for each day during which such default continues but not exceeding an amount of 1 lakh. ഈ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ പുറത്ത്, കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. കമ്പനിയെ കോർട്ട് ഒരു ഇൻഡിവിജ്വലിനെ പോലെ സെപ്പറേറ്റ് ഒരു വ്യക്തിയായിട്ട് തന്നെ കാണും. ഇപ്പോൾ കമ്പനിയുടെ പുറത്ത് ലയബിലിറ്റി വന്നു 50,000 rupees ആൻഡ് ഓറല്ല ആൻഡ് എവരി ഓഫീസർ ഇൻ ഡീഫോൾട്ട്, OID എന്ന് പറയും. അതായത് ആരുടെ കാരണത്താലാണോ ഈ നിയമം പാലിക്കപ്പെടാതെ ഇരുന്നത് ആ വ്യക്തിക്ക് മേലെ, ഇല്ലെങ്കിൽ ആർക്കാർന്നോ ഈ നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് ആ വ്യക്തിയുടെ മേൽ 1,000 per day, അതായത് 180 ദിവസത്തിന് ശേഷവും അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ല, ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 181 ദിവസം തൊട്ട് ഓരോ ദിവസം 1000 രൂപ വെച്ചിട്ട്, കൂടാതെയല്ല സബ്ജക്റ്റ് ടു മാക്സിമം ഫൈൻ എമൗണ്ട് ഓഫ് 1 lakh. എപ്പോഴും ഓർക്കുക, ഈ പീനൽ പ്രൊവിഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഇതും അഡീഷണൽ ഫീ തമ്മിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 180 ദിവസത്തിന് ശേഷം നമുക്ക് INC-20A ഫോം ഫയൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ROCക്ക് അഡീഷണൽ ഫീ കൊടുത്തിട്ട്, അത് 400 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു, കറക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് ഓർക്കുന്നില്ല. എനിവേ ഒരു 400-800 rupees എന്തോ എക്സ്ട്രാ ഫൈൻ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കും. 400 ആണ് 800 ആണ് കറക്റ്റ് ഫൈൻ എമൗണ്ട് ഓർക്കുന്നത്. അല്ലെങ്കിൽ അഡീഷണൽ ഫീസ് കൊടുത്തിട്ട് നമുക്ക് ഫൈൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ അഡീഷണൽ ഫീസും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ROCക്ക് അഡീഷണൽ ഫീ കൊടുത്തു, ഞങ്ങൾ ഫയൽ ചെയ്തു 190 ദിവസം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പീനൽ പ്രൊവിഷനിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കില്ല. അതിനെപ്പറ്റി നിങ്ങൾ പ്രൊഫഷണൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ROCക്ക് കൊടുക്കുന്ന അഡീഷണൽ ഫീയും നിയമത്തിന് കീഴെ പറഞ്ഞിരിക്കുന്ന പീനൽ പ്രൊവിഷൻസ് ആയിട്ട് യാതൊരു ബന്ധമില്ല. ഭാവിയിൽ ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് അതോറിറ്റി ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മളുടെ ഭാഗത്തൊരു നോൺ കംപ്ലൈൻസ് ഉണ്ടായി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഈ പീനൽ പ്രൊവിഷൻ പ്രകാരം നമ്മളെ ലൈബിൾ ആക്കാൻ സാധിക്കും. അപ്പോൾ അന്നേരം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞങ്ങൾ ROCക്ക് അഡീഷണൽ ഫീ കൊടുത്ത് ഫയൽ ചെയ്തിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഡിലേഡ് കംപ്ലൈൻസ് ഈസ് ഓൾസോ എ നോൺ കംപ്ലൈൻസ്. അതെപ്പോഴും മനസ്സിലാക്കി വെക്കുക. Where no declaration has been filed with the registrar under clause A of subsection 1 within a period of 180 days of date of incorporation of the company, and the registrar has reasonable cause to believe that the company is not carrying on any business or operations, he may, without prejudice to provisions of subsection 2, initiate action for removal of the name of company from the registrar of companies under chapter 18. അപ്പോൾ നമ്മൾ വിത്തിൻ 180 days ഈ പറഞ്ഞ പരിപാടികളൊന്നും ചെയ്തില്ല, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ല, പൈസ ഡെപ്പോസിറ്റ് ചെയ്തില്ല, ഈ ഫോം ഫയൽ ചെയ്തില്ല എങ്കിൽ കമ്പനി രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യാനായിട്ട്, കമ്പനീനെ
സ്ട്രൈക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു പവർ രജിസ്ട്രാർക്ക് ഉണ്ട് എന്നാണ് സബ്സെക്ഷൻ 3 പറയുന്നത്. സോ ദിസ് വാസ് ഓൾ അബൌട്ട് സെക്ഷൻ 10A. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെ 10Aയുടെ ഒരു ബ്രീഫ് ഒരു സമ്മറി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എനിവേസ് ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.